എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. അതാത് സന്ദർഭത്തിലും സമയത്തും ആവശ്യമായിട്ടുള്ള നീക്കങ്ങൾ അടിസ്ഥാന നിലപാടിൽ മാറ്റം വരുത്താതെ സ്വീകരിക്കും. പാർട്ടിയുടെ സംഘടനാ സംവിധാനവും ബഹുജന സ്വാധീനവും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും പുതിയ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി വർദ്ധിക്കേണ്ടതുണ്ട്. വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായുള്ള ഇടപെടലുകൾക്കാണ് ഈ സമ്മേളനം പ്രധാനമായും. മലപ്പുറം ജില്ലാ CPIM-നെ നയിക്കാൻ പുതിയ സെക്രട്ടറി ആയിക്കൊണ്ട് VP അനിൽ ചുമതലയേറ്റിരിക്കുന്നു. നിരവധിയായ പ്രതിസന്ധികൾക്കിടയിലാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും കടന്നുവരുന്ന സാഹചര്യത്തിലാണ്, പടിവാതിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സെക്രട്ടറിയായി VP അനിലിന്റെ കടന്നുവരവ്. CPIM ജില്ലാ സെക്രട്ടറിയായി VP അനിലിനെയാണ് 55ാമത് ജില്ലാ സമ്മേളനം തിരഞ്ഞെടുത്തത്. നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രി ചെയർമാനുമാണ് VP അനിൽ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തെത്തിയത്. SFI ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായി. DYFI ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. കോഡൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, സഹകരണ കൺസോർഷ്യം പ്രസിഡന്റ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരിക്കെ 12 വർഷം മുൻപ് അവധിയെടുത്ത് മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകനായിരുന്നു. കഴിഞ്ഞ വർഷം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. സമ്മേളനത്തിന്റെ എല്ലാ സന്ദേശങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും ജില്ലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് സമ്മേളനത്തിന്റെ പ്രഥമ ലക്ഷ്യമെന്നും രാഷ്ട്രീയ ബലാബലം മാറ്റം വരുത്തുന്നതിനായുള്ള ഇടപെടലുകൾ മുന്നോട്ട് വയ്ക്കുമെന്നും CPIM ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട VP അനിൽ പറഞ്ഞു. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമല്ല ഉയർത്തിപ്പിടിക്കേണ്ടത്. എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ചേർത്തിക്കൊണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയുടെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കാവുന്ന മതനിരപേക്ഷ പാരമ്പര്യം, രാജ്യത്തിന് മാതൃകയായിട്ടുള്ള മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തുയർന്നു വന്നിട്ടുള്ള സംഘപരിവാറിന്റെ വെല്ലുവിളികൾ അതിജീവിക്കാനാവണം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി വർദ്ധിക്കേണ്ടതുണ്ട്. വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായുള്ള ഇടപെടലുകൾക്കാണ് ഈ സമ്മേളനം പ്രധാനമായും. നമ്മളോടൊപ്പം CPIM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ മുൻ ജില്ലാ സെക്രട്ടറിയുമായ മുതിർന്ന നേതാവ് PP വാസുദേവൻ ചേരുകയാണ്. CPIM-ന്റെ മലപ്പുറം ജില്ലാ പുതിയ സെക്രട്ടറി ആയിക്കൊണ്ട് VP അനിൽ ചുമതലയേറ്റിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാലം ഒരുമിച്ച് പ്രവർത്തന പരിചയമാണ്, ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വരവിനെ, അദ്ദേഹത്തിന്റെ പുതിയ സ്ഥാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തെല്ലാം പുതിയ മാറ്റങ്ങളാണ് പാർട്ടി പ്രവർത്തനങ്ങൾ? ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പുതിയ സെക്രട്ടറിക്ക് നടപ്പിലാക്കാൻ സാധിക്കുക? VP അനിൽ ഒരു നല്ല സഖാവാണ്. പല മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. എന്തെല്ലാം പ്രതീക്ഷിക്കാമെന്ന ചോദ്യത്തിന് നിലവിലുള്ള കമ്മിറ്റി ചേർന്ന് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സെക്രട്ടറിമാർ യഥാസമയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വരും പോകും. പക്ഷെ പാർട്ടി ഒന്നാണ്. ആ പാർട്ടി കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. അതാത് സന്ദർഭത്തിലും സമയത്തും ആവശ്യമായിട്ടുള്ള നീക്കങ്ങൾ അടിസ്ഥാന നിലപാടിൽ മാറ്റം വരുത്താതെ സ്വീകരിക്കും. അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് സെക്രട്ടറിമാർ മാറുന്നു എന്നുള്ളത് പാർട്ടിയിൽ ഒരു വലിയ കാര്യമായി കാണേണ്ടതില്ല. അനിലിന് എല്ലാവിധ ആശംസകളും. നമ്മളോടൊപ്പം CPIM-ന്റെ പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയും പുതിയതായി ജില്ലാ കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുത്തിട്ടുള്ള രാജേഷ് ചേരുകയാണ്. പുതിയ ജില്ലാ സെക്രട്ടറി ആയിക്കൊണ്ട് VP അനിൽ സ്ഥാനമേറ്റിരിക്കുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പുതിയ ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. എന്തെല്ലാം പുതിയ മാറ്റങ്ങളാണ് ഇനിയുള്ള ഒരു കാലയളവിൽ നടപ്പിലാക്കാൻ സാധിക്കുക? നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷന്, നിയമസഭാ ഇലക്ഷനൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണല്ലോ. അപ്പോൾ എന്തൊക്കെ കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുക? നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചായത്ത് ഇലക്ഷനും
അതിനെ തുടർന്ന് നിയമസഭാ ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ കമ്മിറ്റിയെയും പുതിയ സെക്രട്ടറിയൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പുകൾ വളരെ ഗൗരവത്തിലാണ് കാണുന്നതെങ്കിലും അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളും അത്തരം പ്രവർത്തനങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ നിലവിൽ മലപ്പുറം ജില്ലയിൽ പാർട്ടി വളരെയധികം ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ആ ശക്തി നിലനിർത്തുകയും തുടർന്ന് പാർട്ടിയുടെ സംഘടനാ സംവിധാനവും ബഹുജന സ്വാധീനവും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും പുതിയ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. അതിൻ്റെ വ്യക്തിഗത നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ജില്ലാ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. അത് വളരെ ഭംഗിയായും കൃത്യമായും നിറവേറ്റാൻ ജില്ലാ സെക്രട്ടറിക്കും അതുപോലെ തന്നെ പുതിയ കമ്മിറ്റിക്കും കഴിയും. മലപ്പുറം ജില്ലയിൽ അതിനാവശ്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ പരിസരം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിലവിലുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും നിലവിലുള്ളതിനേക്കാൾ തദ്ദേശ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിർത്തുക, അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക എന്നതും ജില്ലാ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. മുസ്ലിം ലീഗിന്റെ കുത്തകയായ മലപ്പുറം ജില്ലയിൽ VP അനിലിലൂടെ ഇടതുപക്ഷത്തിന് സ്വാധീനം ചെലുത്താനാകുമോ എന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വവും പ്രവർത്തകരും. ചാനൽ 10 പെരിന്തൽമണ്ണ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ജനുവരി 17 മുതൽ 23 വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ. മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനു പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.